നമുക്ക് ആരംഭിക്കാം അല്ലേ? ഇവിടെ സംസാരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി തന്നെയാണല്ലോ ആദ്യം സംസാരിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടനം. ആഗോള ഷിപ്പിംഗ് റൂട്ടിനോട് ഏറ്റവും അടുത്തുള്ള നമ്മുടെ രാജ്യത്തെ തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഷിപ്മെന്റ് രംഗത്ത് വലിയ സാധ്യതകളാണ് ഈ പോർട്ട് നൽകുന്നത്. ഇതിലൂടെ വിദേശ തുറമുഖങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കണ്ടെയ്നർ ഗതാഗതം നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടും. അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് ചെലവ് കുറയുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ തൊഴിൽ സാധ്യതകൾ, വ്യവസായ നിക്ഷേപങ്ങൾ എല്ലാം നല്ല രീതിയിൽ വർദ്ധിക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ദീർഘകാല അടിത്തറ പകരുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ് വിഴിഞ്ഞം. രണ്ടായിരത്തി 2016 കൃത്യമായി നിർമ്മാണം ആരംഭിച്ചത്. പക്ഷേ ഓഖി, മഹാപ്രളയം, പിന്നെ വന്ന ദുരന്തങ്ങൾ, ഒരു ചുഴലിക്കാറ്റ് മഹാടൗട്ട, കോവിഡ്, ഇങ്ങനെയുള്ള വെല്ലുവിളികൾ മറികടന്നുകൊണ്ടായിരുന്നു പദ്ധതി മുന്നോട്ട് പോയത്. പാറക്കല്ലുകൾക്ക് വിഷമം വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്നടക്കം കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി. 2020 മുതൽ നല്ല പുരോഗതി പദ്ധതിക്ക് കൈവരിക്കാനാവുകയും 2028 4 ഘട്ടങ്ങളും പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലുമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈ തുറമുഖം റെക്കോർഡ് നേട്ടങ്ങളാണ് കൈവരിച്ചത്. ഈ വർഷം രണ്ടാം ഘട്ട വികസനം, അത് 9,700 കോടി രൂപ ചെലവ് വരുന്നതാണ്. ആ രണ്ടാം ഘട്ട വികസനം ആരംഭിച്ചിരിക്കുന്നു. 2,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കും തുടക്കമായിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ഇതിനകം 125 കോടി രൂപ സംസ്ഥാനത്തിന് വരുമാനമായി ലഭിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ
നേരത്തെ തന്നെ നമ്മൾ കണക്കാക്കിയതാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാമുനമ്പ്. ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾനാടൻ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കാനുതകുന്ന പ്രധാനമായ ഘടകമാണ്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ ഏകദേശം 45 മീറ്റർ വീതിയുള്ള ആധുനിക ഹൈവേയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നിലവിലുള്ള നഗര ഗതാഗത ഭാരം കുറയ്ക്കുകയും തുറമുഖത്തിലേക്ക് ചരക്ക് വേഗത്തിലും തടസ്സമില്ലാതെയും എത്തിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇതിൻ്റെ നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കലിൻ്റെ 50% ചെലവ്, ഇതിൻ്റെ സർവീസ് റോഡുകളുടെ നിർമ്മാണം, ഇതെല്ലാം ഉൾപ്പെടെ 1629 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. ഇതുകൂടാതെ നികുതി ഇളവുകളും മറ്റ് സാമ്പത്തിക ബാധ്യതകളും സംസ്ഥാനം വഹിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത് 2018 കേന്ദ്രവുമായി ഈ പദ്ധതിയുടെ കാര്യത്തിൽ തത്വത്തിൽ ധാരണയായി. പക്ഷേ പിന്നീട് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും അന്തിമ അനുമതി ഇതുവരെ ലഭ്യമായിട്ടില്ല. 2024-25 കാലയളവിൽ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. പദ്ധതി വേഗത്തിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയിരുന്നു. എല്ലാം ഉണ്ടെങ്കിലും അനുമതി വൈകിയിരിക്കുന്നു. അത് ഒരു തടസ്സമായി ഇപ്പോൾ അനുഭവപ്പെടുന്നു. റിംഗ് റോഡ് പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പൂർണ്ണശേഷി ഉപയോഗപ്പെടുത്താനും കേരളത്തിൻ്റെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം നൽകാനും ഉപകരിക്കുമെന്നാണ് കാണുന്നത്. ഇതോടൊപ്പം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രധാന ഘടകമായി IT മേഖല ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. സേവന മേഖലയെ ആധാരമാക്കിയ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുക, യുവാക്കൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആഗോള നിക്ഷേപങ്ങളെ സംസ്ഥാനത്തിലേക്ക് ആകർഷിക്കുക, ഇതെല്ലാം ചെയ്യുന്നതിൽ IT വികസനം വലിയ പങ്കാണ് വഹിക്കുന്നത്. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, സ്റ്റാർട്ടപ്പ്, പരിസ്ഥിതി, ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെ ഏകോപിപ്പിച്ചുള്ള വികസന മാതൃകയാണ് കേരളം സ്വീകരിച്ചിരിക്കുന്നത്. വലിയ സാധ്യതയാണ് IT വികസനം ഒരുക്കുന്നത്. ഇപ്പോൾ 2016 IT പാർക്കുകൾ വഴിയുള്ള, സർക്കാർ IT പാർക്കുകൾ വഴിയുള്ള കയറ്റുമതി 803 കോടി രൂപയുടേതായിരുന്നു. ഇപ്പോഴത് 26,256 കോടി രൂപ
ആയി മാറിയിരിക്കുകയാണ്. ഏകദേശം 200% വളർച്ച നേടാൻ ഈ കാലയളവിൽ കഴിഞ്ഞു. കമ്പനികളുടെ എണ്ണം നേരത്തെ 650 അതിപ്പോൾ 1160 വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലവസരങ്ങൾ 84,728 1,54,000 വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ആകെ IT കയറ്റുമതി 2016 34,123 കോടിയായിരുന്നു. ഇപ്പോഴത് 1,00,000 കോടി രൂപയിലേക്ക് ഉയരുകയാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിൽ സർക്കാർ ഈ രംഗത്ത് 70,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. IT ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മുന്നേറ്റം ഇതോടൊപ്പം ഉണ്ടായി. നേരത്തെ 45 ലക്ഷം ചതുരശ്ര സ്റ്റഡി സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ 100 ലക്ഷം ചതുരശ്ര അടിയായി വർദ്ധിക്കുകയുണ്ടായി. ഒട്ടേറെ പ്രധാനപ്പെട്ട കമ്പനികൾ TCS, ഇൻഫോസിസ്, IBM, HCL, UST ഗ്ലോബൽ, നിസാൻ ഡിജിറ്റൽ, ഇക്വിഫാക്സ്, ഐക്കൺ ക്ലിനിക്കൽ റിസർച്ച് ഇങ്ങനെയുള്ള മുൻനിര കമ്പനികൾ നമ്മുടെ കേരളത്തിലെ IT പാർക്കുകളുടെ ഭാഗമായി. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ രംഗത്തും കേരളം നല്ല മുന്നേറ്റമാണ് കൈവരിച്ചത്. ഇവിടെയാണ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ K-ഫോൺ പദ്ധതിയിലൂടെ ഇൻ്റർനെറ്റ് ഒരു അടിസ്ഥാന അവകാശമാക്കി സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് കൊച്ചിയിലെ മേക്കർ വില്ലേജിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഇൻക്യുബേറ്ററായി വളരുന്ന അവസ്ഥ വന്നു. രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻ്ററും ഇവിടെ സ്ഥാപിച്ചു. തിരുവനന്തപുരത്തെ കേരള സ്പേസ് പാർക്ക് സംസ്ഥാനത്തെ ബഹിരാകാശ സാങ്കേതിക രംഗത്ത് പുതിയ സാധ്യതകൾ തുറക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണാനുഭവത്തിന് ശേഷം ജനവിധി അഭിമുഖീകരിക്കുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖത്തും IT രംഗവും ഇതൊക്കെ കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ഉറച്ച അടിത്തറയാണ് സൃഷ്ടിച്ചത് എന്നത് അഭിമാനപൂർവ്വം കാണാൻ കഴിയും. ആഗോള വ്യാപാരത്തിലും വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലും കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന നേട്ടങ്ങളാണിത്. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സർക്കാർ നയങ്ങളുടെ ഫലമായി തന്നെയാണ് ഇത്തരം നേട്ടങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞത്. ഈ വികസനപാത തുടരണമോ? അതാണ് ഈ ഘട്ടത്തിൽ തീരുമാനിക്കാനുള്ളത്. അതിൽ ശരിയായ നിലപാട് തന്നെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ ആമുഖം അവസാനിപ്പിക്കുന്നതിന് മുൻപ്
ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ മാധ്യമപ്രവർത്തകരുമായിട്ട് ആദ്യമായിട്ട് സംവദിക്കുന്നതല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് എല്ലാ ദിവസവും സംവദിക്കുന്ന രീതി വരുന്നുണ്ട്. അതിൽ സ്വീകരിക്കുന്ന നില നേരത്തെ നിങ്ങളെ കാണുമ്പോഴുള്ള അത്രയും സമയം ഈ ഘട്ടത്തിൽ ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു 40 മിനിറ്റ് 30 മിനിറ്റ് കയറി വന്നാൽ 40 മിനിറ്റ് എന്ന രീതിയിൽ സംസാരിക്കുന്ന നിലയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതിൽ ആമുഖമായി കഴിയാവുന്നത്ര 15 മിനിറ്റ് കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ പോകും. ഇന്നലെ അത് കുറച്ച് നീണ്ടു തോന്നുന്നു, 25 മിനിറ്റ് വരെ ആയുമെന്ന് സംശയമുണ്ട്. എന്നാൽ സാധാരണ 15 മിനിറ്റ് 20 മിനിറ്റ്. ഇവിടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ തീരുമാനത്തിൻ്റെ ഭാഗമായി ചോദിക്കുന്നതാണ്. ആരാണ് ചോദിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയല്ല ഉത്തരം പറയാറ്. ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയാണ് എല്ലാ കാലത്തും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഉണ്ടായത് വിശദമായ 2-3 ചോദ്യം വന്നു. ചോദ്യം വളരെ വിശദമായി മറുപടി പറയേണ്ട തരത്തിലുള്ള 2-3 ചോദ്യം വന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴേക്ക് 40 കഴിഞ്ഞ് 45 പോവുകയാണ്. അപ്പോൾ 40 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്കിന്ന് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഞാൻ പോയി. കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്. ചില ആൾക്കാർ ബഹളത്തിന് തയ്യാറായിട്ട് വരുന്നൊരു മട്ട് കാണാനുണ്ടായിരുന്നു. അപ്പോൾ 2-3 ആളുകൾ, പ്രത്യേകിച്ച് 1-2 ആൾ, വലിയ ബഹളം, വലിയ ശബ്ദം, എന്തോ മറുപടി പറഞ്ഞില്ല, പിന്നെ പ്രത്യേകം ചാനലിനും പത്രത്തിനുമൊക്കെ മറുപടി പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത സീൻ സൃഷ്ടിക്കുക. സാധാരണ ഞാൻ പോകേണ്ടതേ ഉള്ളൂ, പക്ഷെ അങ്ങനെയൊരു അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയല്ലേ, അവിടെ അവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഈ പ്രകടനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് ക്ലാരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ തിരിച്ചു വന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തന്നത്. നിങ്ങളെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന് ഞാൻ അങ്ങനെ ഉത്തരം പറയും? എൻ്റെ മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതൊരു ബഹളം വെക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു പുതിയ അനുഭവമാണ്. എങ്ങനെ കാര്യങ്ങൾ വക്രീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണ് സാധാരണ ഞാൻ സ്വീകരിക്കാറ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ഒരു ബഹളമയമാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് നിർഭാഗ്യകരമായിപ്പോയി. അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. SDPI-യുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ SDPI സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെ ഒരു പ്രതികരണത്തിൽ നിയമത്തെ LDF-നെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണയും LDF-നായിരുന്നു നിയമത്തെ SDPI-യുടെ പിന്തുണ. പക്ഷേ CPIM-ഉം നിയമത്തെ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പിന്തുണ നൽകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും ഒരു പിന്തുണ ആവശ്യമോ സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി നിലയ്ക്കോ നൽകിയിട്ടുണ്ട്? തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണത്. ഞങ്ങൾ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ പ്രായോഗികതക്കനുസരിച്ചുള്ള നിലപാടുകൾ ആളുകൾ സ്വീകരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലാതെ ഞങ്ങളെ LDF-ന് പുറത്തുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു
കക്ഷിയുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമീപിക്കുന്ന നില ഉണ്ടായിട്ടേയില്ല. അത് ശിവൻകുട്ടിയുടെ കാര്യത്തിലും അദ്ദേഹം നേരിട്ട് അഭ്യർത്ഥിക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവിടുത്തെ പ്രത്യേക സാഹചര്യവും കൂടി നമ്മൾ കാണണം. അവിടെ BJPക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യമാണ് 2016 കോൺഗ്രസ് ഒരുക്കിയത്. സാധാരണഗതിയിൽ BJP ജയിച്ചു വരേണ്ട മണ്ഡലമായിരുന്നില്ല അത്. പക്ഷേ BJP ജയിച്ചു വന്നു. BJPക്ക് വലിയ സന്തോഷം. അത് അന്ന് ഒരു പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി വന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളത് 2021 ആ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. BJP രാജ്യത്ത് സ്വീകരിക്കുന്ന നിലയുണ്ട്, ഇവിടെ സ്വീകരിക്കുന്ന നിലയുണ്ട്. BJP ജയിച്ചുകൂടാ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ശക്തികൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലുമുണ്ട്. BJPയെ ഞങ്ങൾ ശക്തമായി നേരിടുന്നു വന്നപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയമായി ഞങ്ങളോട് യോജിപ്പില്ലാത്ത, ഞങ്ങളുമായി സഹകരിക്കാത്ത ചില ആളുകൾ BJPയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് നാം കാണേണ്ട കാര്യം. എന്തിനാണത്? BJP ഇവിടെ പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്ന അത്തരം ആളുകൾ BJPയെ പരാജയപ്പെടുത്താൻ LDF ആണ് ശരിയായ രീതിയിൽ മുന്നിട്ടിറങ്ങിയത് എന്ന് കാണുമ്പോൾ LDFനെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടാവും. അതേതെങ്കിലും ഒരു കരാറിൻ്റെ ഭാഗമല്ല, ഏതെങ്കിലും ധാരണയുടെ ഭാഗമല്ല. അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ സ്വീകരിച്ച നിലയിൽ ഏതെങ്കിലും വർഗീയതയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബാന്ധവം ഉണ്ടാക്കിയോ? വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ എതിർക്കുന്ന നിലപാടാണല്ലോ ഞങ്ങൾ സ്വീകരിച്ചു വന്നത്. അതിൻ്റെ ഫലമാണല്ലോ ഈ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരളം വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്ത നാടായി നിലനിൽക്കുന്നത്. അപ്പോൾ അതിനിടയാക്കിയത് LDFൻ്റെ ശുദ്ധമായ വർഗീയ വിരുദ്ധ നിലപാടാണ്. ആ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് സ്വർണ്ണക്കെട്ട് താരപ്പാർന്ന പാരഡിക്കാനും പാടി. അതുപോലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെന്നാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കാം. രാഹുൽ ഗാന്ധിക്ക് ആളുകൾ തന്നെ മറുപടി പറഞ്ഞില്ല. ഞാൻ തന്നെ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി മറുപടി ആൾ പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ഈ കട്ടവരൊക്കെ സ്വന്തം വീട്ടിലെത്താനിടയായതെന്ന് ആലോചിച്ചാൽ അതിനുള്ള മറുപടിയായല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള തകരാറുകളൊന്നും ഇല്ലല്ലോ അക്കാര്യത്തിൽ. അത് ഞാൻ തന്നെ പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. മനുഷ്യരുടെ വോട്ട് മതി എന്ന് ഇന്ത്യയുടെ സംസ്ഥാനത്തെ വിനോദിച്ചും സ്പഷ്ടമായി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്? എന്നാ ഇനി അദ്ദേഹത്തോട് എഴുതി വാങ്ങാം, എന്നിട്ട് പറയാം. ഞങ്ങൾ പറയുന്നത് ഞങ്ങളല്ലേ പറയാന്ന്. ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ വർത്താനം പറയാം. അതിനെപ്പറ്റി എന്തിനാ നിങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നു? ഏത് അല്ല, അത് നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, നിങ്ങൾ നേരത്തെ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നൊരു കാര്യമുണ്ടല്ലോ. അത് ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണല്ലോ. വലിയ തോതിൽ വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നു. ആ വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി നിരവധി ഞങ്ങളുടെ സഖാക്കൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ഉണ്ടാക്കാൻ നോക്കിയ ഒരു ശ്രമം എന്താണ്? പ്രചരിപ്പിക്കാൻ നോക്കിയൊരു കാര്യം എന്താണ്? ഞങ്ങൾ വർഗീയതയുമായി സമവായത്തിന് നീങ്ങുകയാണ്, വർഗീയതയുമായി ഒത്തുപോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ വലിയ പ്രചരണം പരസ്യമായും രഹസ്യമായും, കൂടുതൽ രഹസ്യമായി. എന്തിനായിരുന്നു അത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ആപത്ത് വിതച്ചതാണ് ഭൂരിപക്ഷ വർഗീയത. ആ ഭൂരിപക്ഷ വർഗീയതയുടെ നിലപാടുകൾക്കെതിരെ
ഉറച്ച നിലപാട് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും കേരളത്തിൽ LDF സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല നിലയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ആ ഞങ്ങളെ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നവരാണ് എന്ന് വരുത്തിയാൽ അത് തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടുകൊണ്ടല്ലേ അങ്ങനെ നീക്കിയത്? എന്തുകൊണ്ടാണത്? ഞങ്ങളുടെ നിലപാട് വലിയ തോതിൽ നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ മതിപ്പുണ്ടാക്കി. നമ്മുടെ നാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ നേരത്തെ ഇടതുപക്ഷത്തോട് വലിയ ആഭിമുഖ്യമുള്ളവരായിരുന്നില്ല ന്യൂനപക്ഷം. പക്ഷേ അവരുടെ അനുഭവത്തിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ന്യൂനപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരായി അവർ മാറുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തെ ഒരേ മനസ്സോടെ കാണുന്ന നിലയുണ്ടായി. നമ്മുടെ രാജ്യത്തായാലും കേരളത്തിലായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പം അത്തരം ആളുകൾ ഇടതുപക്ഷത്തെ വിരോധപരമായി കാണുന്നത് അവസാനിപ്പിച്ചു. ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ഇത് തങ്ങൾക്ക് വലിയ അപകടമുണ്ടാക്കും എന്ന തിരിച്ചറിവിലാണ് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെക്കുറിച്ച് തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടണമെന്ന തോന്നൽ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ ശക്തികളിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളെക്കുറിച്ച് തെറ്റായ ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത്. ഇവിടെ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം? പൗരത്വ നിയമ ഭേദഗതി വന്നു. ആ പൗരത്വ നിയമ ഭേദഗതിയിൽ കൃത്യമായ നിലപാടല്ലേ സ്വീകരിച്ചു പോയത്? കേരളത്തിൽ കൃത്യമായ നിലപാടല്ലേ എടുത്തത്? ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്തില്ലേ? നമ്മുടെ കേരളമല്ലേ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അത് നടപ്പാക്കാൻ തയ്യാറാകില്ല എന്ന് ആദ്യമായി പറഞ്ഞ സംസ്ഥാനം? മറ്റേതെങ്കിലും സംസ്ഥാനം അങ്ങനെ ഒരു നിലപാടെടുത്തോ? ഇനി അതിൻ്റെ തുടർച്ചയായി അതുണ്ടാക്കിയ ആശങ്ക എന്താണ്? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു പോകേണ്ടി വരും എന്ന ആശങ്കയാണല്ലോ പൊതുവിൽ ഉയർന്നത്. ആ ആശങ്കക്ക് ഒരടിസ്ഥാനമില്ല എന്ന് പറയാൻ പറ്റുമോ? നല്ല രീതിയിലുള്ള ആശങ്ക ഉയർന്നു വന്നു, അതിന് അടിസ്ഥാനമുണ്ട് എന്തായാലും. അപ്പം അങ്ങനെ വന്നപ്പോൾ അത്തരം ആശങ്കകൾ ഒഴിവാക്കുക, അതിന് പറ്റുന്ന നടപടികൾ സ്വീകരിക്കുക. അതിലൊരു സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ സംസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കും. അതാണല്ലോ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ച നേറ്റിവിറ്റി കാർഡിൻ്റെ പ്രശ്നം. നേറ്റിവിറ്റി കാർഡ് കൊണ്ട് വരുന്നത് എന്താ? നിങ്ങൾ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന് ഔദ്യോഗികമായി തെളിയിക്കാനുള്ള രേഖയാണത്. ആർക്കും നിങ്ങളുടെ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന നിലയെ ചോദ്യം ചെയ്യാനാകില്ല. അത് ഈ സംസ്ഥാനമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആശങ്കകൾക്കുള്ള ഒരു പരിഹാരമല്ലേ അത്? ഒരു ബദലല്ലേ അത്? അത് നമ്മൾ കാണേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള സുതാര്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു പോകുമ്പോൾ അതിനകത്ത് കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രചരണങ്ങളൊന്നും ഞങ്ങളെ യേശില്ല എന്ന് കണ്ടോളണം. സ്വീകരിക്കുമോ SDPയുടെ വോട്ട് വേണ്ടെന്ന് UDF പരസ്യമായ നിലപാടുകൾ, സമാനമായ ഒരു നിലപാട് LDF സ്വീകരിക്കും? എവിടുന്നാ എടുത്തത്? ഏത് കാലത്താ നിങ്ങൾ ജീവിക്കുന്നത്? ഏത് നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്? വളരെ കാലം മുൻപ് എന്തെങ്കിലും പറഞ്ഞു വിട്ടല, ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വസ്തുതകളാകെ മറച്ചു വെച്ച് പറയലാണ്. എന്തായിരുന്നു അവർ സ്വീകരിച്ച നിലപാട്? എത്ര കണ്ടോ ഒക്കെ ചങ്ങാതിമാരായിട്ടായിരുന്നു അവർ നടന്നത്. മറന്നുപോയോ? അത് നിങ്ങളും മറന്നുപോയോ? ഒരു തരത്തിലുള്ള വർഗീയതയുമായിട്ട് കൂട്ടുകൂടത്തിലുള്ള വളരെ ശക്തമായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് നേതാവായിട്ട് മുഖ്യമന്ത്രിയായിട്ടൊക്കെ പറഞ്ഞു വെച്ചാൽ താങ്കൾ. പക്ഷെ താങ്കളുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇപ്പോൾ SDPയുടെ വോട്ട് ചോദിക്കുന്നത് മാത്രമല്ല, അവര് നിങ്ങളെ പരസ്യമായിട്ട് സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് CM ഭാഗത്തുനിന്ന് വ്യക്തമായ ഉത്തരം ഇപ്പോൾ വരെ ഇല്ല.
അതാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉയരാനുള്ള പ്രധാന നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് സാധാരണഗതിയിൽ വലിയ തോതിലുള്ള ഒറ്റപ്പെടൽ വരണം എന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? നാട്ടുകാരങ്ങനെ ഒറ്റപ്പെടുത്താൻ തയ്യാറല്ല. നല്ല രീതിയിൽ ഞങ്ങളെ പിന്താങ്ങാനാണ് തയ്യാറാകുന്നത്. അതുണ്ടാക്കുന്ന വേവലാതിയുണ്ട്. അത് ചെറിയ വേവലാതിയല്ല. ഞങ്ങൾ അനായാസേന ജയിച്ച് അവിടെ കയറി ഇരിക്കാൻ പോവുകയാണെന്ന് ധരിച്ചവർക്ക് ഇപ്പോൾ വല്ലാത്ത പൊള്ളലേറ്റിട്ടുണ്ട്. ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങളുടെ മനോഭാവം, ഓരോ ദിവസം കഴിയുന്തോറുമുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗമായി LDFൻ്റെ സ്വീകാര്യത വർദ്ധിക്കുന്നത്, നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സ്വീകാര്യതയിലേക്ക് LDF ഉയരുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഒരു പുകമറയും ഞങ്ങളെ ബാധിക്കില്ല. കാരണം ഞങ്ങൾ സുതാര്യമായ നിലയാണ്. എല്ലാ ഘട്ടത്തിലും വർഗീയ വിരുദ്ധ നിലപാടാണ്. ഒരു വർഗീയതയുമായും കൂട്ടുകൂടുന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഒരു വർഗീയതയുടെയും താല്പര്യം സംരക്ഷിക്കാനും ഞങ്ങളില്ല. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്. അതാണല്ലോ ഇവിടുത്തെ തെളിവ്. ഇന്ന് നമ്മുടെ സംസ്ഥാനം പോലെ മറ്റേതൊരു സംസ്ഥാനമുണ്ട് ഈ 10 വർഷമായി ഒരു വർഗീയ കലാപവും വർഗീയ സംഘർഷവും ഇല്ലാത്ത നാടായിട്ട്? ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? നേരത്തെ വർഗീയ സംഘർഷം ഉണ്ടായിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്? LDFൻ്റെ സുതാര്യമായ നിലപാടല്ലേ, വർഗീയ വിരുദ്ധ നിലപാടല്ലേ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ? ഏതെങ്കിലും വർഗീയ ശക്തിയായിട്ട് ചാരി നിൽക്കുന്ന നില ഇവിടെ സ്വീകരിക്കുന്നില്ലല്ലോ. വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ലേ? അപ്പം അതെല്ലാം നാടിൻ്റെ അനുഭവമല്ലേ, ജനങ്ങളുടെ അനുഭവമല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങളെ മേലെ അത്തരത്തിലുള്ളതൊന്നും ചാർത്താമെന്ന് ആരും കരുതണ്ട. മത്സരിക്കാൻ AICC നേതാക്കൾ തന്നെ നേരിട്ട് കോഴ വാങ്ങിയെന്ന് കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് തന്നെ പറയുന്നു. അത് നേരത്തെ KC വേണുഗോപാലായിരുന്നു. ഇപ്പൊ കൊടിക്കുന്നിൽ ശ്രീകാന്തിന് ശേഷം ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയുടെ PA തന്നെ പണം വാങ്ങിയെന്ന് നേരിട്ടുള്ള വാർത്തകൾ വരും. ഇപ്പോഴും AICC ലീഡർഷിപ്പ് ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. CM ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണല്ലോ. അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് AICC നേതൃത്വം ഗൗരവമായിട്ട് എടുക്കാത്തത്? ഇവരുടെ എല്ലാം ബന്ധപ്പെട്ട വളരെ അടുത്ത് വേണ്ടപ്പെട്ടവരും നേതൃനിരയിലുള്ളവരുമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുള്ളത്. ആരോപണം ഉന്നയിച്ചയാൾ കോൺഗ്രസിന് വേണ്ടാത്തയാളല്ലല്ലോ. അവിടുത്തെ മുൻ മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവാണല്ലോ. അതിന് അവര് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കോടികൾ കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ അധപ്പതനമായിട്ടല്ലേ അത് വരുന്നത്? ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കോട ചോദിക്കുക എന്നുള്ളത് അതല്ലേ വരുന്നത്. ഇത് തെളിവുകളോടുകൂടിയല്ലേ പറയുന്നത്. അക്കൗണ്ടിലാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ടല്ലോ. അത്തരം കാര്യങ്ങളടക്കം വരുമ്പോൾ കൃത്യമായ വിശദീകരണം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ബാധ്യതയുണ്ടല്ലോ. ഇതേവരെ AICC നേതൃത്വം എന്തെങ്കിലും പറഞ്ഞോ? AICC നേതൃത്വത്തിൻ്റെ വക്താക്കളായി നടക്കുന്നവരുണ്ടല്ലോ, അവർക്ക് യാതൊന്നും പറയാനില്ലല്ലോ. അപ്പം അതൊക്കെ ഈ പറയുന്ന കാര്യത്തിൽ തൽക്കാലം മറുപടിയില്ല എന്നുള്ളതല്ലേ വരുന്നത്. ആ മൗനം കൊണ്ട് കുറ്റം തെളിയല്ലേ? അതല്ലേ സംഭവിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള സംവാദത്തിനാണ് അങ്ങേ പ്രതിപക്ഷ ക്ഷണിച്ചത്, വെല്ലുവിളിച്ചത്. അങ്ങ് ഫേസ്ബുക്കിലൂടെ മാത്രമേ സംവാദം ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ നേരിട്ടുള്ള സംവാദം ഉണ്ടാകുക? അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. ഇത് സംബന്ധിച്ച് കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധിയോ അതുപോലെ പ്രതിപക്ഷമോ ഒരക്ഷരം FCR നിയമ ഭേദഗതിക്കെതിരെ പറഞ്ഞില്ല. ഈ ന്യൂനപക്ഷങ്ങൾക്കിടെ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകൾക്കിടയിലൊക്കെ വലിയ ആശങ്കയുണ്ട്. ഇതിനകത്ത് ദുരുദ്ദേശം ഉണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത്. CM അടക്കം അതിനെതിരെ പാർട്ടിയും അതിനെതിരെ പ്രമേയം പ്രസ്താവിക്കുന്നു. പക്ഷെ പ്രതിപക്ഷം ഒരു അക്ഷരമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഇത് ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അത് വലിയ ആശങ്ക നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വല്ലാത്ത ഒരു നിയമ ഭേദഗതി എന്ന നിലക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗത്തിന് വല്ലാത്ത ആശങ്ക വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വാഭാവികമായും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതല്ല ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ രാജ്യത്തെ ഒരു വിഭാഗത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഒരുതരം അരക്ഷിതത്വം ഉണ്ടാക്കുന്നു. അത് ഒരു രാജ്യത്തിനും ഗുണകരമായിട്ടുള്ളതല്ല.
എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഒരു കൂട്ടരെ അകറ്റി നിർത്തുന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കണക്ക് കൃത്യമായി കൊടുത്തില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ വൈകിപ്പോയി, അതിന് ഈ പറയുന്ന സ്ഥാപനം പിടിച്ചടക്കുക എന്ന നില വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനൊക്കെ സാധാരണ ഒരു നിയമപരമായി സ്വീകരിക്കുന്ന നടപടികളില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി പോവുകയാണ് ഇവിടെ. ഇത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചില ക്രൈസ്തവ ഭാഗത്ത് നിന്ന് വന്ന വിശദീകരണങ്ങളുണ്ട്. ധാരാളം മിഷണറിമാരുടെ പ്രവർത്തനം നടക്കുന്നു, അതിൻ്റെ ഭാഗമായുള്ള പണം വരുന്നു, അത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, സ്കൂളുകൾക്ക് ഉപയോഗിക്കുന്നു, നമ്മുടെ ആശുപത്രികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ നല്ല തരത്തിൽ ആളുകളെ സേവിക്കുന്ന നിലയാണ്. നമ്മുടെ നാടിൻ്റെ അനുഭവം അതൊക്കെ തന്നെയാണല്ലോ. ഇപ്പോൾ ചില ആശുപത്രികളെടുത്താൽ മറ്റു ചില ആശുപത്രികളിൽ വലിയ ചാർജ് ഈടാക്കുമ്പോൾ ഇത്തരം ചില ആശുപത്രികൾ ന്യായമായ നിലക്കാണല്ലോ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാണല്ലോ അത്. അത്തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നവരെ പ്രത്യേകമായി കാണണ്ടേ? അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അതൊന്നും സർക്കാർ കൊടുക്കുന്ന കാശിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ. അവർ ചാരിറ്റി പ്രവർത്തനം നടക്കുകയില്ലേ? അവർ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് വലിയ തോതിൽ മറ്റെന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടല്ലല്ലോ. ആ ചാരിറ്റി പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് സംഭാവനയായും മറ്റുമാർക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, മറ്റു തരത്തിൽ ലഭിക്കുന്നുണ്ടാവും. ഈ പറയുന്ന തരത്തിൽ അവരധ്വാനിച്ച് കാശുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിൽ എടുക്കേണ്ടത്. അതിലെല്ലാം ഒരു പ്രത്യേക വിഘടന കണ്ണ് വെക്കാൻ പാടില്ലാലോ. എന്നിട്ട് നിന്നെ ഞാൻ ശരിയായി കളയുന്നുള്ള മട്ടിൽ നീങ്ങാൻ പാടില്ലാലോ. ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഇത് ഉയർന്നു വന്നിട്ടുള്ളത്. അടിയന്തരമായി തിരുത്തേണ്ടതാണ്. ഒരു വിഭാഗത്തിൽ വല്ലാത്ത അരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ നടപടിയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധി അങ്ങയെക്കുറിച്ച് പ്രധാനമന്ത്രിയിലിരിക്കുന്നു. പ്രതിപക്ഷം സിപിഎമ്മിനെതിരെ ആരോപിക്കുന്നത് ബിജെപിയുമായിട്ട്. അതിനുള്ള പുതിയ തെളിവായി പറയുന്നത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊലയെ പരാമർശിച്ചിട്ടില്ല എന്നാണ്. ഈ ആക്ഷേപത്തിന് സിപിഎമ്മിലുള്ള നടപടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതേ ചോദ്യമാണ്, അതേ ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ ഒരു പ്രത്യേകത. നിങ്ങൾ ചിലർ ഇതിന് ചില കാര്യങ്ങൾ തീരുമാനിച്ച് വന്നിരിക്കുകയാണ്, അതിൻ്റെ മേലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരുപാട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം ചോദ്യമായിട്ട് വന്നോ? അതുമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. ഒരു തരം പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമയിലേ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ? അതിനാണല്ലോ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ഞങ്ങളെ മേക്കിട്ട് മാറാമെന്ന് വിചാരിക്കണ്ട. അതൊന്നും യേശുന്ന കൂട്ടറല്ല ഞങ്ങൾ. എന്തുകൊണ്ട്? ഞങ്ങൾ സുതാര്യമായിട്ട് കാര്യങ്ങൾ നീക്കുകയാണ്. ഞങ്ങളുടെ നിലപാടുകൾ എല്ലാ കാലത്തും വർഗീയ വിരുദ്ധമാണ്. ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല, ഒരു വർഗീയതയും എതിർക്കാതിരുന്നിട്ടില്ല. പിന്നെ ഇവിടെ RSSനോടും BJPയോടും അനുകൂല മനോഭാവം സ്വീകരിച്ച കോൺഗ്രസിൻ്റെ ചരിത്രം അതാകെ ഞാനിപ്പോൾ എണ്ണണോ? നിങ്ങൾക്കാർക്കും അറിയില്ലേ അതിനെപ്പറ്റി? നിങ്ങൾ ഈ ചോദിച്ച ആൾക്കറിയില്ലേ? അറിയില്ലെങ്കിൽ മനസ്സിലാക്കണം എന്താണ് നടന്നതെന്ന്, എന്താണ് സംഭവിച്ചിരുന്നതെന്ന്, ഏതൊക്കെ തരത്തിലുള്ള ഡീലുകളാണ് ഉണ്ടായിരുന്നതെന്ന്. അപ്പോഴാണല്ലോ അത് മനസ്സിലാക്കുക. ഞങ്ങളൊരു കാലത്തും ഡീലിന് നിന്നിട്ടില്ലാലോ. ചരിത്രത്തിലൊന്നും അങ്ങനെ പറയാനില്ലാലോ. അനാവശ്യമായ നുണ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെ കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രമാണല്ലോ. അത് ബോധപൂർവം ചെയ്യുന്നതാണല്ലോ. പക്ഷേ ആരാ ചെയ്യുന്നത്? ഒരുപാട് നാടിന് ചേരാത്ത, രാജ്യത്തിന് ചേരാത്ത ഇത്തരം അവിശുദ്ധ നീക്കങ്ങൾ നടത്തിയവർ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയവർ. അതല്ലേ വസ്തുത? അതിൻ്റെ ഭാഗമായി RSSുമായി അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ അനുഭവമില്ലേ? രാജ്യത്തിൻ്റെ അനുഭവമില്ലേ? കോൺഗ്രസ് സ്വീകരിച്ച നിലപാടില്ലേ? ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ RSS ഉന്നയിക്കുന്ന, സംഘപരിവാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ നിലപാടെടുക്കുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ
ക്രൈസ്തവ മിഷണറിമാരിൽ ക്രൈസ്തവ വിഭാഗത്തിലടക്കം വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയ നിയമ ഭേദഗതി അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയാൻ തയ്യാറാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പറയാത്തത്? എവിടെയാണ് ഈ ഒരുതരം നേരത്തെയുള്ള ആ മൃദു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുകയല്ലേ പല കാര്യങ്ങളിലും? ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? ഞങ്ങളെ അതിന്റെ ഭാഗമാക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇപ്പം നിർത്താം.